അവിടെ അധികമാണ്. പിന്നെ ആനേനെ അടുത്ത് നിങ്ങൾ ആനയുടെ അവിടെ പോയി വീട് വെച്ചു എന്നൊക്കെ പറയുന്നതിലൊന്നും നമുക്ക് എനിക്ക് അത് അവരുടെ വീട് അവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ പുതിയ ചില പദ്ധതികളിൽ അങ്ങനെ വന്നിട്ടുണ്ടാവാം. അത് നമ്മൾ പഠിക്കുകയും പഠിച്ച് അത്തരം സ്ഥലങ്ങളെ കാണുകയും ചെയ്ത് വേണം ചെയ്യാൻ. ഞാൻ ആന കുത്തിക്കൊന്ന മനുഷ്യൻ, ആന ചവിട്ടിയിട്ട് തല ഇങ്ങനെ പെരപെരേന്നാക്കിയ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. നെഞ്ചിലിങ്ങനെ ഇങ്ങനെ കുത്തിയിട്ട് എനിക്കിപ്പോഴും ആ ഒരു കറുപ്പ് എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. ഞാൻ ആനവേട്ട പറഞ്ഞിട്ടൊരു ബുക്കിന് എഴുതിയിട്ടുണ്ട്. എനിക്ക് ആനേനെ ഇഷ്ടമൊന്നുമല്ല. ആനേൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് നന്നായി ആസ്വദിക്കാൻ കഴിയുന്നത് നിങ്ങൾ ആന വരാത്ത നല്ല വീടുകളിൽ ഇവിടെ താമസിക്കുന്നുണ്ടാവും. നിങ്ങൾ ആനയുടെ എന്നെ ഒരു ദിവസം ആന കുത്തിപ്പൊക്കി, എൻ്റെ കാറിനെ ഇങ്ങനെ കുത്തിപ്പൊക്കി. ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ, ഞാൻ 7.5 മാസം ഗർഭിണി. അത് ആ തിരുനെല്ലി അവിടെ ഒരു സൈഡിൽ ഇതും, പിന്നെ ആന ഇപ്പുറത്ത് വന്നിട്ട് ഒരുത്തനെ അടിച്ചു വിട്ടു. അവൻ്റെ നട്ടിൽ ബൈക്കോടെ അവൻ പറന്നുപോയി. അടുത്തത് എൻ്റെ വണ്ടിയിലൊന്നും ഇങ്ങനെ കുത്തിക്കളഞ്ഞു. ഓട്ടയൊക്കെ എൻ്റെ കാർ ഇങ്ങനെ കുത്തിയിട്ട് അവനിങ്ങനെ പൊക്കുകയാണ്. എന്നിട്ട് ചവിട്ട് എന്തൊക്കെയോ ചെയ്യാം. പക്ഷെ വണ്ടി ഓണിലാണ്. എനിക്ക് ബാക്കിലേക്കും പോകാൻ മുന്നിലേക്കും പോയാൽ. പിന്നെ അവൻ എന്തോ ചെയ്തപ്പം ഞാൻ ചില്ലിൻ്റെ അവിടേക്ക് ക്രും എന്ന് പറഞ്ഞ് പൊട്ടിപ്പോയോണ്ട് വണ്ടിയുടെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ബാക്കിലുള്ള വണ്ടികളെല്ലാം ബാക്കിലേക്ക് പോകുന്നു, മുന്നിലുള്ള വണ്ടികളെല്ലാം മുന്നിലേക്ക് പോകുന്നു. അപ്പം ഞാൻ തീർച്ചയായും ആനേനെ എനിക്ക് 2012 എൻ്റെ മകനെ ഞാൻ ഗർഭിണിയാക്കി. ഞാൻ വിചാരിച്ചു ഈശ്വരാ എൻ്റെ കുട്ടിക്ക് ജീവിതമല്ലല്ലോ, തീർന്നല്ലോ എന്നൊക്കെ വിചാരിച്ച്. അത് അത്രയും നമ്മൾ പേടിച്ചു മുട്ട് കൂട്ടിയിടിക്കുക വേണ്ട. എനിക്ക് പേടിയൊന്നുമില്ല താള. പക്ഷെ അങ്ങനത്തെ അവസരം വരുമ്പോൾ നമ്മൾ മനുഷ്യൻ്റെ മുട്ട് കൂട്ടിയിടിക്കും പേടിച്ചിട്ട്.